അപ്പോൾ തിന്നാൻ പോവാ. ഇതൊന്നും എടുത്ത് വെച്ച് കാണിച്ചാ അപ്പം തിന്നാ വിശക്കണ്ട. അപ്പം ഇത് വെക്കണില്ലേ? എന്നാ വേമ്പാ അപ്പം തിന്നാ വേമ്പാ ബാ അങ്ങനെ ബാ. ഏത് കായാണ് വേണ്ടത് രാവിക്ക്? ഇത് തരട്ടെ? ഇതല്ലേ? പിന്നെ ഏത് കാറാണ് വേണ്ടത്? ആറ്റത്തെ ബൈക്കാ? ബൈക്ക്. വാവ്. അതവിടെ ഇരുന്നോട്ടെ. അവരുന്നേ അമ്മതായി പാപ്പ കൊണ്ടുവരാം. ഓ പതുക്കനെ ഓടിക്കടോ, മുമ്പോട്ട് നോക്കി ഓടിക്കി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അവന് ദോശ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അവന് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല, ഇങ്ങനെ ഇരിക്കും. പക്ഷേ ദോശ നല്ല മൊരിച്ച് അതിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്താൽ ആളവിടെ റെഡിയാണ്. അവിടെ ഇരുന്ന് പേപ്പർ ദോശയാണെങ്കിൽ ഇങ്ങനെ നല്ലപോലെ ഒരു 1-2 എണ്ണം വെച്ച് സാപ്പിട്ട് നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചോളും. ഇനി എനിക്ക് വേണ്ടത് ഇനി ദോശ. ചൂടുണ്ടാ? ചൂടുണ്ടാ? ഇങ്ങനെയാണെങ്കിൽ അവൻ ദോശ നല്ലപോലെ കഴിച്ചോളൂ. അവന് കറിയോ ചമ്മന്തിയോ ചട്നിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ചിലപ്പോൾ മാത്രം സാമ്പാറിട്ട് കഴിക്കാറുള്ളൂ. ക്രിസ്പിയാണാ? അവിടെ ഇരുന്ന് കഴിച്ചോട്ടോ ടുട്ടു. യമ്മി. ചേട്ടാ ചേട്ടനോടത്തെ ഒരു ബൈറ്റ്. ഓ യമ്മിയാണെന്ന്. ചേട്ടന് കൊടുക്കോ, ഒരു ഇച്ചിരി കൊടുത്തോ പാവം. ദോശ തിന്നുകൊണ്ടിരിക്കലാണ് മൂത്ത മോൻ ബ്രെഡും ബട്ടറും തേച്ച് വന്നത്. അപ്പോൾ അവനൊരു പുതിയൊരു കാഴ്ചയായി അത്. അപ്പോൾ അവൻ അത് തിന്ന് നോക്കണം. ഞാനിന്ന് രാവിലെ കുറച്ച് റാഗി കുറുക്കി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് പല ഡിഷസ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ദോശയൊക്കെ മാറ്റി വെച്ച് നൈസായിട്ട് അവൻ്റെ ഒരു ബ്രെഡ്, അത് ബട്ടർ തേച്ച കാരണം നെയ്യും ബട്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ സുഖമായിട്ട് അതാണ് സാപ്പിട്ടത്. പിന്നെ ഞാൻ ദോശ കൊടുക്കാൻ നിന്നില്ല. വേമ്പാടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രണ്ടുപേരും അപ്പം തന്നെ ബബിൾസ് കൊണ്ട് കളിയൊക്കെയായി. എന്ത് ചെയ്യണ്? ബബിൾ ഉണ്ടാക്കണ എവിടെ? അയ്യോ കാണിച്ചു തരാട്ടാ. പിടിച്ചോടാ. പൊട്ടിപ്പോയാ? ദേ അയ്യോ പൊട്ടിയാ? ദേ അവൻ കാട്ടും. എവിടെ? കാട്ടും എടുക്കട്ടെ. വാവ്, എവിടെ പോയി? പൊളിയത് വരുന്നു. പിടിച്ചോ. ഞങ്ങളിവിടെ വരുമ്പോൾ എപ്പോഴും സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വെച്ചാൽ ഹാർബറിൽ പോയപ്പോൾ അവിടെ ചെമ്മീനായിരുന്നു ഒന്ന് മെയിനായിട്ടുണ്ടായിരുന്നത്. നല്ല വലിയ ചെമ്മീനുകൾ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഈ ചെമ്മീൻ കൂടാണ്ട് നല്ല വലിയ ചെമ്മീനും കിട്ടി. അപ്പോൾ അമ്മ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വേഗം അത് നന്നാക്കാൻ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ഇന്ന് ഫുള്ള് ചെമ്മീൻ സ്പെഷ്യലുകളായിരുന്നു വീട്ടിൽ. ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞ് അപ്പം തന്നെ ചെമ്മീൻ കറി റെഡിയായി. അമ്മ എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ തലക്കറി ഉണ്ടാക്കി, ചെമ്മീൻ കറി ഉണ്ടാക്കി, ചെമ്മീൻ ഫ്രൈയും ഉണ്ടാക്കി. പിന്നെ കുറച്ച് കുഞ്ഞിമീൻ വാങ്ങിയതൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് വേറെ വെജിറ്റബിൾ കറികളോ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. എന്നുവെച്ചാൽ ചെമ്മീൻ കിട്ടിയാൽ എല്ലാവർക്കും അത് മതി. ഹസ്ബൻഡ് എന്ന് വരുമെന്ന് പറഞ്ഞിട്ട്
ആള് വന്നിട്ടില്ല, രാവിലെ വന്നിട്ടില്ല. തന്നെ വരും. കുളിച്ചൊരുങ്ങി അവിടെ ഇരിക്ക്, നമുക്ക് ഇവിടെ കാത്തിരിക്കായിരുന്നു. ഉച്ചയായിട്ടും കാണാണ്ടായപ്പോഴേക്കും അവൻ ഇവിടെ ഇരിക്ക്, ആകെ ഇവിടെ ക്ഷമ വന്നിട്ടില്ല. വിട്ടു. പിന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് വന്നാ? വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ വന്നിട്ടുണ്ടാ? അച്ഛാന്ന് വിളിച്ച ഓർക്കന ഇങ്ങനെയാണ് ഓർക്കന വിളിക്കുന്നത്. ഒരു ഒരു തണുപ്പം വിളി ഇനി വിളിക്ക് ഓർക്കന. അച്ഛാന്ന് വിളിച്ചേ, വിളിക്ക്. അച്ഛ വരട്ടെ ട്ടാ. ചുറ്റു കാത്തിച്ചല്ലേ അച്ഛനാ. എവിടെ ടുട്ടു എവിടെ നോക്കി ഇതൊക്കെ ക്യാമറയ്ക്ക് ചിരിച്ചിട്ട് ഇവിടെ ഇവിടെ ഇതൊക്കെ ഇവിടെ ഹായ് എന്ന് പറഞ്ഞേ, ഇവിടെ ഹായ് എന്ന് പറഞ്ഞേ. ഓടി 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 പിച്ചടാ. ഓ കയറാൻ പറ്റുന്നില്ലേ? പിച്ചോ പിച്ചോ അങ്ങനെ. ഓ ഓ ഓ ഓ ആ അപ്പടെ വണ്ടി തന്നെ. അപ്പൊ അതിലേ പോവും അല്ലേ? ബീപ് ബീപ് എന്ന് പറഞ്ഞേ. ഇങ്ങോട്ടൊക്കെ വണ്ടി പഠിച്ചേ. ഇനി ഹോൺ അടിക്ക്. ഹോൺ ബീപ് ബീപ്. എവിടെ പോനെ? കൊച്ചി പോനെ? ഓ ഓ അതിലൊക്കെ കയറിയിരിക്കണോ? അച്ഛ വരൂപ്പ. സിറ്റ് ഔട്ടിലിരുന്ന് കാത്തിരുന്ന് ക്ഷമ വിട്ടിട്ട് ആള് പറമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ അവിടെ ഒരു കളിയായിരുന്നു, ഓടലും ചാടലും. കുറച്ചൊന്ന് മഴ പിടിച്ചൊന്ന് വന്നപ്പോഴേക്കും പറമ്പ് മൊത്തം കാടായി. അച്ഛനെ കൊണ്ട് മാനേജ് ചെയ്യാനും പറ്റണില്ല. അപ്പം അച്ഛൻ പറഞ്ഞത് ഇനിയിപ്പോൾ മഴക്കാലം കഴിയട്ടെ, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും തന്നെയാണ് എല്ലാം പറമ്പും നല്ലപോലെ സൂക്ഷിക്കുന്നതും എല്ലാം. പക്ഷെ മഴ ആയിക്കഴിഞ്ഞാൽ കൊതുകും ഒരു രക്ഷ ഉണ്ടാവില്ല. മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇവർ വീണ്ടും തുടങ്ങും. എന്തോരം നേരായി വന്ന് നിക്കടൂടാ. ടുട്ടു ആരാണ് വന്നേച്ചനാ? ഓ നാനാ ഈശോ. ഓ ടാ 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 ടാ. അന്റെ പൊന്നേ എവിടെ പോനെ? ടാറ്റ പോകനെ. ഓ അയ്യോ ഗ്ലാസ് ഒക്കെ വെച്ച് വണ്ടി ഓടിക്കാനെ. കാർ ഇങ്ങനെ കിടക്കണുണ്ട്, ആൾക്കൊരു പവർ കാട്ടല് അതൊരു നിർബന്ധ. മുഖം നോക്ക്. മതി. അത് കഴിഞ്ഞൊരു ഓപ്പണിംഗ് വീഡിയോ എടുക്കണമായിരുന്നു. ഞാനപ്പോൾ രണ്ടെണ്ണത്തിനെയും കൂട്ടി ഓപ്പണിംഗ് വീഡിയോ ഒക്കെ എടുത്തു. അതൊരു മീഷോ ഫൈൻസിൻ്റെ ടോയ് കളക്ഷൻ്റെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മുകളിലെ കാർഡ് ഐക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. Camera, cup, ice cream, ബക്കറ്റ്. bucket. ഉച്ചയ്ക്കിന്ന് ചെമ്മീൻ കറി, പിന്നെ ചെമ്മീൻ ഫ്രൈ, കുഞ്ഞുമീൻ ഫ്രൈ ഉണ്ടായിരുന്നു. കപ്പ വേവിച്ച് വെച്ചിരുന്നു. അതേപോലെ ചെമ്മീൻ്റെ തലക്കറിയും ചോറും അതായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പക്ഷേ ഇതൊന്നും അവൻ കഴിക്കൂല. അതുകൊണ്ട് അവന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റാഗി കുറുക്കിയാണ് കൊടുത്തിരുന്നത്. അതിനുവേണ്ടി ഒരു 2 ടീസ്പൂൺ റാഗി എടുത്തു. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അമൃതപൊടിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് അത് ജസ്റ്റ് കുറുക്കിയെടുത്തു. ഞാൻ ഇതിൽ കുറച്ച് പനഞ്ചക്കരയുടെ സ്ലായി ഒഴിച്ചിരുന്നു. അത് ഞാൻ കാട്ടാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഈ റാഗിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കുറുക്കിയെടുത്ത് ട്ടാണ് അവന് കൊടുത്തത്. നല്ല അത്യാവശ്യം നല്ല ഉച്ചയ്ക്കല്ലേ, അപ്പോൾ ടെക്സ്ചർ നല്ല തിക്കാക്കിയിട്ട് തന്നെയാണ് അവന് കൊടുത്തത്. അപ്പോൾ അതവൻ കഴിച്ചു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും ഓടിച്ചാടി കളിച്ചൊക്കെ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും കുറുക്ക് ഐറ്റംസ് ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ആൾ വേഗം കഴിച്ചോളൂ. അതിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്താൽ ആൾ റെഡിയാണ്. ഉച്ചയ്ക്ക് ഉറങ്ങുമെന്ന് വിചാരിച്ചു, ഒരു രക്ഷ ഉണ്ടായില്ല. മഴ ചാറിനുണ്ടായി. അപ്പോൾ പിന്നെ ആൾ പുറത്തിറങ്ങി കളിയായിരുന്നു.
മഴ കൊലടിക്കാൻ പോയതാണ് ഞാൻ പറഞ്ഞിട്ട്. തീർത്ഥതൊക്കെ ഉണ്ട്. അമ്മ നിർത്തിത്തരാ, അമ്മ നീറ്റിത്തരാ. പോകേനെ ഒന്ന് മോളി കാണില്ലല്ലോ ഇയാളാ. മഴ മഴ എവിടെ പോനെ? മഴ ഞാൻ പോയിനി. ടും 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 വെള്ളം വീഴുന്നത്. പൊക്കി പിടിക്കടാ. പൊട്ടിപ്പിടിച്ചാൽ കൺട്രോൾ പോകും. അതാണ്. അപ്പ കൊണ്ട് നടക്കണേ അല്ലേ? അപ്പടേണ്. ഇങ്ങോട്ട് പോര്. മതി മയ മയ. വെള്ളമുണ്ട് വെള്ളമുണ്ട് അതൊക്കെ വെള്ളം ചെളിയാണ്. ഇങ്ങോട്ട് പോര്. അയ്യോ കാറ്റ് കാറ്റ്. ഇങ്ങോട്ട് പോയി. വെള്ളമൊക്കെ വീഴും. ഇത് പോര്. ഇങ്ങോട്ട് പോര്. മതി മതി. പൂവട്ടിക്കാൻ പോണ കാലം. അപ്പൊ കൊട പിടിക്കാം, പിടിക്കാം. കൊട എവിടെ പോയാ? പനി പിടിക്കൂട്ടാ. ഇത് പോര്. അതാണ് കളി. ഇതത്ത പൊട്ടി. അത് തന്നെ. ഉമ്മ പോകുന്നില്ല. അത് പോകുന്നില്ല. അവിടെ പൂവുണ്ട്. തുമ്പി. ഹായ്. പൂ വേണോ ബാബയ്ക്ക്? അവിടെ പോയി പൊട്ടിച്ചോ. ഈ വട്ടം ബൈക്ക് പിടിക്ക്, ഇങ്ങോട്ട് വന്ന്. എങ്ങനെ പോവും അല്ലേ? കൊടയും കൊണ്ട് പോകാല്ലേ? മഴ വരുന്നുണ്ട്. കൊടയും ചൂടി ഇങ്ങോട്ട് പോന്നോ? അതാണ് നല്ലത്. ഇങ്ങോട്ട് പോരും മതി. നാളെ പനി പിടിച്ച് കിടക്കാം. അവിടെ കിടക്കട്ടെ. പിന്നെ പനി പിടിച്ച് കിടക്കണം. 3 മണി ആവേണ്ടി വന്നു ആളുടെ ബാറ്ററി ഒന്ന് ഓഫായി കിട്ടാൻ. കൊള്ളി ഉണ്ടായ സ്ഥിതിക്ക് ചായക്കൊപ്പം കൊള്ളിയും ചെമ്മീൻ കറിയും കൂട്ടിയാണ് എല്ലാവരും കഴിച്ചത്. മോൻ എനിക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ വീട്ടിൽ അത്യാവശ്യം വാഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കൊലയായിട്ട് അച്ഛൻ ഒരെണ്ണം എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 2-3 പഴം എടുത്താണ് അവന് കൊടുത്തത്. അവന് ചെറുപഴങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. സന്ധ്യ ആയപ്പോഴേക്കും വേഗം അവനെ മേലൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞിരുന്ന് അവനവൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കളിപ്പാട്ടെടുത്തു. സ്റ്റാക്കിംഗ് ടോയ് എടുത്ത് അതിൽ കളി തുടങ്ങി. അമ്മ സന്ധ്യ നേരത്തെ എക്സസൈസ് ചെയ്യാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ കൂടെ അതിനും കൂടി. എക്സസൈസ് ചെയ്യാൻ മുൻകൂടാ. എങ്ങനെയാണ്? അയ്യോ അയ്യോ നാനായി. അയ്യോ എങ്ങനെയാണ് മുൻകൂടെ എക്സസൈസ് ചെയ്യാ? എങ്ങനെയാണ് മുൻകൂടെ എക്സസൈസ് ചെയ്യാ? ചെയ്. 1 2 3 ഷോ. എക്സസൈസ് ചെയ്യാനേ ഞാൻ ചെയ്യാം. കളിച്ചും ചിരിച്ചും മതിച്ചും ഒന്നും രാത്രി 9 മണിയായിട്ടും അവൻ്റെ ബാറ്ററി ഓഫ് ആവണ യാതൊരു ലക്ഷണവും കാണുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ പരമാവധി എനർജി കുറച്ചും കൂടെ ഒന്ന് കളയട്ടെ എന്ന് വെച്ച് പരമാവധി അവനെ കളിപ്പിച്ചു. എന്നിട്ടൊക്കെയാണ് അവൻ ഉറങ്ങാൻ. പക്ഷേ അവൻ ഉറങ്ങണതിൻ്റെ യാതൊരു സിഗ്നലും കാട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവശതയായിരുന്നു. ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. മുട്ട് കൊടുക്കടാ. ചേട്ടനൊരു മുട്ട് കൊടുത്തേ. തല്ല് കൊടുക്കാനല്ലേ പറഞ്ഞത്, മുട്ട് കൊടുക്കാൻ. നോക്കിയിട്ട് ഇത് നോക്കിയേ. ഇതൊക്കെ വീട് നോക്കിയേ. വീട് നോക്കിയേ. വാവ്. ഇത് ചേട്ടൻ വരച്ചതാണ്. നോക്കിയേ. എന്തെന്നാണത്? വീട്. പൂവാ. എവിടെ പൂവ്? ഇതെന്തെന്നാണ്? നോക്കിയേ. ഇതെന്തെന്നാണ്? എന്തെന്നാണത്? മാങ്ങ. മാങ്ങ മിടുക്കൻ. നോക്കിയേ എന്തോരം മാങ്ങയാണ്. നോക്കട്ടെ. എന്നാ ഇതിൽ കേറിക്ക്. അപ്പൊ കാണും. കേറിക്ക്. അത്രേ ആവുള്ളൂ. വാവ്. മാങ്ങ കണ്ടാ?
അത് പൂവല്ല, മാങ്ങ. എന്താണ്? മാങ്ങ. മിടുക്കൻ. നോക്കി കാക്ക. എവിടെ കാക്ക? എവിടെ കാക്കനെ കാണിച്ചെന്നേ? വാ, ഇത് കാക്കേന്. കാക്ക. ഇനി ഇതെന്താണ്? താഴത്തൊക്കെ പൂക്കളാണ്. ഇത് നോക്കിയേ. മരം. അതെന്താണ്? സൂര്യൻ. മൂൺ. ഇതെന്താണ്? അയ്യോ അയ്യോ, എന്താണ്? ഇതൊക്കെ എന്താണ്? പൂക്കളാണ്. നോക്കിയേ, അവിടെ പോയി തൊട്ട് നോക്കിയേ. അടിയില് ഇതെന്താണ്? ഇതെന്താണ്? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ മാങ്ങയാണ്, ഇവിടെയാണ് പൂവ്. പൂവാ. അവിടെ പൂവേണോ? അവിടെ മാങ്ങ. എന്താണ്? ഇതെന്താണ് ടുട്ടു? ഇതെന്താണ്? എന്നാലൊന്ന് കമന്റ്. വീട്. വാവ്, ചേട്ടാ വരച്ചത് തന്നെ. ഹായ്. ഇനി തന്നെ കഥ വേണം. എന്റെ ടുട്ടു മോൾക്ക് കഥ പറഞ്ഞു കൊടുത്തേ. ടാറ്റ തന്നെ ടുട്ടു. ടാറ്റ. ഗുഡ് നൈറ്റ്.